Hey guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ പരിപാടി കൽച്ചാടി. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടില് ചുമ്മാ ഇരുന്നപ്പോ ഒന്ന് കൽച്ചാടി പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ ഞായറാഴ്ചയാണ് അല്ലേ? അതെ, അപ്പൊ ഒന്ന് പോയിട്ട് വരാൻ. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇപ്പൊ ഉള്ളത് നെമ്മാറ അമ്പലത്തിലാണ്. അതാണ് നെമ്മാറ അമ്പലം. അതെ, അപ്പൊ ഇവിടുന്ന് പൂത്തുണ്ടി പോണ റോഡിൽ തന്നെയാണ്. അപ്പോൾ വഴിയെ കാണാം അല്ലേ? അപ്പോൾ പോണ വഴിക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങാൻ വിചാരിച്ചിട്ട് ഇവിടെ കടയിൽ നിൽക്കുകയാണ്. വെള്ളമൊന്നും ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വയ്യാണ്ടാവും. കുറച്ച് നടക്കാനുള്ള സ്ഥലമാണ് ഗൈസ്. അപ്പോൾ ഇതാ കരിമ്പാറ ഈ റൈറ്റിക്കാണ് പോകേണ്ടത്. ഗൈസ്, നല്ല വ്യൂ ആണ് ഇവിടെയൊക്കെ. കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. അതെടുക്കാം. വിഷ്വൽ ബ്യൂട്ടിയാണ്. ഓ ഗൈസ്, നല്ല ക്ലൈമറ്റ് ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങള് വന്ന് ചാത്തമംഗലം കഴിഞ്ഞു. ഞാൻ അടുത്ത കരിമ്പാറ. ഗൈസ്, നേരെ കാണുന്ന ഒരു വെള്ളച്ചാട്ടം നെല്ലിയാമ്പതി മലനിരകളാണ്. നെല്ലിയാമ്പതി. അതെ, അതിന് മേലെ എല്ലാം ക്ലിയർ ആണ്. ഞങ്ങളിങ്ങനെ വന്ന് കരിമ്പാറ എത്താറായില്ല. അതെ, ഇപ്പൊ എത്തും. അവിടെ അടുത്തൊരു ഷാപ്പ് ഉണ്ട്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടൊക്കെ റെഡിയാണ്, പക്ഷെ കോട്ടും ഉണ്ട്. മഴ പെയ്തിട്ടില്ല. ഞങ്ങൾ ഒരു കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ട്. അവനും കൂടെ പോകുന്നു. അവിടെ ഇടിച്ചു കയറും തോന്നുന്നു, അറിയില്ല. വരുന്ന വഴിക്ക് കള്ള് ഷാപ്പൊക്കെ ഉണ്ട്. അപ്പൊ വേണ്ടവർക്ക് കേറി രണ്ടെണ്ണം കഴിക്കാം, അടിക്കാം. പക്ഷെ നമ്മള് പ്രൊമോട്ട് ചെയ്യില്ല. അതെ, ഞങ്ങള് ഫുഡ് വേണമെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. ഫുഡ് കഴിക്കാം, നല്ല ഫുഡ്സ് കിട്ടും. യെസ്, ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. യെസ്, അപ്പൊ നമ്മളത് ചെയ്യില്ല. അതെ, പക്ഷെ വേണ്ടവർക്ക് അവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അവിടെ കൊറേ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നോ രണ്ടെണ്ണോ ഒക്കെ ഇടയിൽ വരുള്ളൂ. വെള്ളം കുടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അടിവാരത്തെ ഷാപ്പ്. ഓ, നമുക്കൊരിക്കൽ ഇങ്ങോട്ട് വരാം. നല്ല ബ്യൂട്ടിയാണ് വീഡിയോ എടുക്കാൻ. നല്ല ഷാപ്പാണ്. ഞങ്ങൾ ഓൺ ദ വേലാണ്. അതെ, ഇവിടെ ഭയങ്കര പച്ചപ്പാണ് കേട്ടോ. ഉള്ളിൽ ഫുള്ള് കാടാണ്. രാത്രിയൊന്നും ഈ വഴി അങ്ങനെ പോവാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. സീനാണ്. രാത്രി പറയുമ്പോ പന്നികൾ. പിന്നെ ലെഫ്റ്റ് സൈഡ് തന്നെ കറന്റ് കമ്പികള് അവര് വെച്ചിട്ടുണ്ട്. കാണുന്നു. ഇത് കണ്ടില്ലേ? ആനയും ഇതൊന്നും വരാണ്ടിരിക്കാൻ. പന്നിയൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരിക. അതെ, ഈ കമ്പികൾ ആന വരാണ്ടിരിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ 1 മണി 2 മണി ടൈമിലാണ് കൂടുതൽ പന്നിയൊക്കെ വരാറ്. അങ്ങനെയാണ് ചിലര് പറയുന്നത്. പക്ഷെ അതിന് മുന്നേ വന്നിട്ടുണ്ട് നമ്മുടെ മുന്നില്. എന്താ പറയാനില്ലേ? ഒന്നും പറയാനില്ലേ? അത് അതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ ഈ 1 മണി 2 മണി ടൈമാണ് ഈ പന്നികൾ ഇറങ്ങുന്ന ടൈം. അപ്പൊ എല്ലാരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഗായ്സ്, ഇപ്പൊ ഞങ്ങള് കരിമ്പാറ ജംഗ്ഷൻ എത്തി. നമ്മൾ എങ്ങടാ പോണത്? ഇപ്പോ യാക്കോബണ്ണനെ കാണാൻ പോണു. യാക്കോബണ്ണന്റെ വീട് എവിടെയാ? അതെ, യാക്കോബണ്ണന്റെ വീട് ഇവിടെയാണ്. അപ്പൊ ഞങ്ങള് നേരെ ആളെ ഒന്ന് കണ്ടിട്ട് പിന്നെ തുടങ്ങാൻ വെച്ചു പരിപാടി. പിന്നെ അങ്ങോട്ട് പോവാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഗൈസ്, അപ്പൊ അങ്ങനെ യാക്കോബണ്ണനെ കണ്ടു ഞങ്ങൾ. നമ്മുടെ ഗിവ് അവേ എപ്പോഴാ വരുന്നത്? ഗിവ് അവേ ഇന്ന് ഇടും. ഏതാ ഡേറ്റ്? 3-ാം തീയതിക്കല്ലേ? അപ്പൊ എല്ലാവരും നോക്കണുണ്ടോ കേറിയിട്ട്. അടിപൊളി കോസ്റ്റ്യൂംസ് ഒക്കെയാണ് വരുന്നത്. ഗൈസ്, അപ്പൊ നമ്മുടെ യാക്കോബണ്ണൻ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വഴിയെല്ലാം കാണിച്ചു തരുന്നതാണ്. ആരണ്ടാ അറിയില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഗൈസ്, ഇത്തിരി ഓഫ് റോഡാണ്. ഇത്തിരി കുഴികളൊക്കെ കുഴപ്പമൊന്നുമില്ല. കാറൊക്കെ നല്ല രസമാണ്. ബൈക്കിലാകുമ്പോ നല്ല വൈബില് വരാം അല്ലേ അമലു? അതെ, പക്ഷെ കാറാണെങ്കിലും വരാം. പക്ഷെ നോക്കൂ, റോഡൊക്കെ ഇങ്ങനെയാണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, കാറൊക്കെ പോവും സൂപ്പറായി പോവും. ചെറിയൊരു കുഴികളൊക്കെ ഉണ്ടെന്നുള്ളൂ, അത്രേ ഉള്ളൂ. എപ്പോ കൂടെയോ? ഇന്നലെ ഇതിന്റെ മുകളിൽ കൂടെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് മഴ ഇത്തിരി നിന്നുകൊണ്ടാണ് തോന്നുന്നു അല്ലേ? ഇന്ന് ഇത്തിരി കുറവുണ്ട്. യാക്കോണ്ണ, ഞാൻ ഈ വഴി വന്നിട്ടുണ്ട്.
ഒരിക്കേ വന്നിട്ടുള്ളൂ. ഈ ഇതീ കൂടെയാ? ഇതിൽ കൂടെയൊക്കെ പോവോ? അതിന്റെ പൊന്നോ, ഈ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇതിന്റെ മേലെ കൂടെ പോകുന്നു. ഇതിന്റെ മുകളിൽ കൂടെ പോകുന്നു വെള്ളം. എന്താ ഇന്നിപ്പോ എന്തോ ഇതാ വെള്ളം പോയത് ഈ വഴി കണ്ടില്ലേ? ഇത് ഇവിടെ നോക്ക്, ഇത് കാണിച്ചോട്. ഈ കനാലിന് വെള്ളം വെള്ളം അങ്ങോട്ടാണ് എത്തിയത്. ഇന്നലെയൊക്കെ എങ്ങനെയായിരുന്നു? കണ്ടില്ലേ ഗൈസ്? അവിടെ നിന്നാണ് മെയിൻ ആയിട്ട് വെള്ളം വരാറ്. ഞങ്ങളങ്ങനെ ഇവിടെ എത്താറായി. ഇതെല്ലാം റബ്ബറാണ്. അതെ, ഇതെല്ലാം റബ്ബറാണ് ഗൈസ്. അപ്പോ മൊത്തം റബ്ബറാണ്. അപ്പോ ഇതേ കൂടെ ബൈക്കിൽ വരണാണ് സേഫ്. ഇനിയൊന്നും കാറ് പോവില്ല. കാറ് പോവും, പക്ഷെ എന്നാലും ചെറിയ റോഡാണ്. ഒരു വണ്ടി വരുന്നതാണ് ഇത്തിരി കൂടെ സേഫ്. അതെ, ഇല്ലെങ്കിൽ ജീപ്പ് ഉണ്ടെങ്കിൽ ജീപ്പിൽ വരാൻ കുഴപ്പമില്ല. ജീപ്പിൽ വന്നാൽ അടിപൊളിയായിരിക്കും. ജീപ്പിലൊന്നും നീട്ടായിരിക്കും. കാറൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, കാറിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് പ്രിഫർ ചെയ്യുന്നത് ബൈക്കാണ് ഗൈസ്. റോഡൊക്കെ ഇത്തിരി മോശമാണ്. ഇവിടെ ഒന്നും റോഡില്ല, കല്ലും മണ്ണുമാണ്. കാടെത്തി, കാട്. ഇവിടെ മരമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. എവിടെ? കണ്ടില്ലേ? വലിയ മരമാണ് വീണിരിക്കുന്നത്. ഓ മൈ ഗോഡ്, കടപുഴങ്ങി വീണ മരങ്ങളാണ് ഗൈസ്. അവിടെ മരം അവിടെ ഒരു കാറ്. ഇതാണ് റോഡ്. അതെ, യാക്കൊണ്ട വേറെ വഴിയുണ്ടാ? ഇതന്നെ വഴി? സബ്സ്ക്രൈബേഴ്സിനോട് പറയാനാ ഇതന്നെയാണ് മെയിൻ വഴി. ഓ മൈ ഗോഡ്, ഇതന്നെയാണ് മെയിൻ വഴി. ഇവിടെയൊക്കെ വെള്ളം കേറി പോകുന്ന ഒരു സ്ഥലമാണ്. ഇതാ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടത്തിൽ. അത് കയറ്റി നമ്മളും ഗായ്സ്. റോഡ് നോക്ക് ഗായ്സ്, ഭയങ്കര ചെറിയ റോഡും ഭയങ്കര കയറ്റമാണ്. ചളി 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 ചളിയില്ല. ഓഫ് റോഡാണ് ഗായ്സ്, ഓഫ് റോഡ്. മരമൊക്കെ പോയിരിക്കും. റോഡ് ഭയങ്കര മോശമാണ്. റോഡ് ഒന്നാമത് ഭയങ്കര മോശമാണ്. യാക്കോണൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ മരം ഭയങ്കര ചേറാണ്. ഇന്നലത്തെ മഴയിൽ വീണ മരമാണ്. അതെ, റോഡ് നോക്ക്, ഭയങ്കര സീനാണ് ഗായ്സ്. ജീപ്പ് പോയിട്ടുണ്ട്. നോക്കാം, അണ്ണൻ സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് പോയി. ജീപ്പ് പോയിട്ടുണ്ട് കേട്ടാ, പെട്ടു. ഓ മൈ ഗോഡ് ഗൈസ്, ഈ വണ്ടിന്റെ ഓണറെ കണ്ട. ഓണർ ഞാനാടാ. നിനക്ക് തങ്കനെ അറിയോ? ഞാനാടാ തങ്കൻ. ഇത്തിരി ചളിയൊക്കെ മാറി, ഇത്തിരി സേഫ് ഉണ്ടോ ഈ റോഡ്? ഇത്തിരി കുഴപ്പമില്ലാത്ത റോഡാണ്, എന്നാലും മോശമാണ്. നല്ല ടയറൊന്നും ഇല്ലാണ്ട് ഈ വഴി വരണ്ട. വന്നാ ടയർ പോകും, വന്നാ വണ്ടിക്ക് പണി കിട്ടും. ജീപ്പ് ഉണ്ടെങ്കിൽ കണ്ണും പൊട്ടി വന്നോ ഒരു വിഷയമില്ല, സൂപ്പറായി എടുത്തിട്ട് പോവാ. ഇപ്പൊ തന്നെ ഒരു ജീപ്പിന്റെ ടയർപാട് കാണുന്നുണ്ട്, പോയിട്ടുണ്ട് വണ്ടി. മുന്നാരോ പോയിട്ടുണ്ട് ആ വഴിക്ക്. Guys, fully off road. Oh my god. ഓ, ഇത് നടക്കാൻ വേണ്ടി വെച്ചതായിരിക്കും. അല്ലടാ, അത് മരം വീണതാണ്. മരം വീണതാണോ? ഇവിടെ കൊറേ മരമല്ലോ വീണിരിക്കും. ഇത് നോക്ക്, കൽച്ചാടി ഉന്നതി. ഓ മൈ ഗോഡ്, ടയറ് അവിടെ ഏതോ കല്ല് സ്പോട്ടുകളുണ്ട്. ഓ, സംഭവം അടിപൊളിയാണ്, നല്ല വൈബൊക്കെയാണ്. നോക്കി വരണം. പിന്നെ
ഒറ്റയ്ക്ക് വരരുത്, ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, നന്നായി സംസാരിച്ചിട്ടൊക്കെ വരാം. അതെ, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ കണ്ടില്ലേ ഇവിടുത്തെ മരങ്ങളൊക്കെ ഏറ്റവും വലിയ വലിയ സാധനമാണ്. ഓ അന്ന് ഞങ്ങൾക്കത് ഇവിടെ കേറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വേണ്ട പോയി കയറ്റി. ഫുൾ കാടാണ് ഗൈസ്. രാത്രി ഒന്നും ഈ വഴിക്ക് വരാൻ പാടില്ല. എന്തൊക്കെ മൃഗങ്ങളാണെന്ന്, ആന, പുലി എല്ലാം ഉണ്ട്. ചെന്നായി, ഇങ്ങനെ എല്ലാ മൃഗങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. നമ്മളാ കാട്ടിക്ക് ഇറങ്ങിയാൽ കാണും. പിന്നെ ഇതിനുള്ളിൽ കുറെ വീടുകളൊക്കെ ഉണ്ട്. കള്ള് ഷാപ്പ്, അവിടെ ഒരു ഷാപ്പാണ് ഗൈസ്. ഇവിടെ ആ ഷാപ്പാണ്. ആ ഷാപ്പല്ലേ ഗൈസ്? ഞങ്ങൾ ഒരു ദിവസം ആ ഷാപ്പ്, അടുത്ത വ്ലോഗ് നമ്മൾ ആ ഷാപ്പിലാണ് അല്ലേ? ഷാപ്പിൽ പോയിട്ട് വണ്ടി നിർത്താനോ? എന്താ ആക്കോണ? ഈ ചുറ്റും ഈ കാട്ടിലെ ഒരേ ഒരു ഷാപ്പ്, അത് ഇവിടെ മാത്രമേ ഉള്ളൂ. അതെ, നമ്മുടെ യാക്കോണന്റെ സുഹൃത്തിന്റെ ഷാപ്പാണ്. യാക്കോബണ്ണനെ ഭയങ്കര കാര്യമുണ്ട്. സീന് റോഡ് ഗൈസ്. കറക്റ്റ് ഇതിന്റെ നടുക്ക് ഒരു കള്ള് ഷാപ്പ്. നല്ല വൈബായിരിക്കും, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ഗൈസ്. അപ്പൊ നമ്മൾ ഏകദേശം കൽച്ചാടി എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ ഒരു ഷാപ്പാണ് ഗൈസ്. ഇവിടെ ഇരുന്ന് കഴിക്കാം, ഉള്ളിലിരുന്ന് കഴിക്കാം. അടിപൊളി ഫുഡാണ്. നമ്മൾ വണ്ടി ഇവിടെ വെച്ച് എന്നിട്ട് ഞങ്ങളിങ്ങനെ നടക്കാൻ തുടങ്ങി. യാക്കോണ, ഇതുപോലെ ഇങ്ങനെ എത്ര ദൂരം നടക്കണം? ഈ വഴിയാ? ഈ വഴി മോളിലേക്ക് പോകാൻ പറ്റുമോ? ഇവിടെയൊക്കെ വെള്ളമായിട്ട് ഇങ്ങനെ മരമൊക്കെ പൊട്ടിയാണല്ലേ? ചെറിയൊരു കിണറാണ്, സീൻ ഏരിയ ആണ്. വഴുക്കല്ലേ? ഇതൊരു കിണറ്, ഉള്ളിൽ പോയാ പോയി. വെള്ളച്ചാട്ടം അടിപൊളി. ഇത് ഇതുവരെ വെള്ളം എന്ന് അറിയോ? എന്താണ്? ഇതിൽ കൂടെ ഒക്കെ വെള്ളം പോയിട്ടുണ്ട്. നമുക്ക് അതിലേ വന്നാൽ അവിടെ നിർത്തിയിട്ട് പിന്നീട് വരാൻ പറ്റും. വെള്ളത്തിൽ കൂടെ ഏതിലെ? നല്ല ഒഴുക്കുണ്ടാവും വെള്ളം. അതിലെയാണ് വേറെ വഴി. ആ വഴിക്ക് നിർത്തിയിട്ട് കിടക്കാൻ പറ്റില്ല. ഇതിപ്പോ ഏതി പോവാ? ഇതന്നെയല്ലേ? മുകളിൽ പോയാ ഇവിടെ എൻട്രി ഒന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. താഴത്തേക്ക് കിടക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഒത്തിരി ഡേഞ്ചർ അല്ലേ? പോയാ പോവും. എന്താ ഒഴുക്കില്ലേ? ഇതെന്താന്ന്? കിണറാ? കിണറ്, അതിലെ വെള്ളം മതി. ഓ, കെനാലിന്റെ? നിങ്ങക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ, മറ്റേ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആക്കി ഗൈസ്. അപ്പൊ നിങ്ങക്ക് ഈ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നാച്ചുറൽ ബ്യൂട്ടിയാണ് ഗൈസ്. ഇത് കിണറല്ല, നമ്മ അവിടെ കെനാലുണ്ട്, അതിന്റെ അടിയിൽ കൂടെ വെള്ളം വന്നിട്ട് ഇതേ കയറുന്നതാണ്. ഫുള്ളാവില്ലേ? ഇത് ഫുള്ളായിരുന്നു. അതെ. കേക്കോണ്ണ, ഈ കാടിന്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞിരുന്നു. കാടിന് എന്താ ഹിസ്റ്ററി? ഇവിടെ പണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു? പണ്ട് മൊത്തം കാടന്നെ. കാടന്നെയാണ്. ഇവിടെ വീടൊന്നും ഇല്ലല്ലോ. മരം വെട്ടാനൊക്കെ ആൾക്കാർ വരാറില്ല. അതൊക്കെ ഇവിടെ വരും. അത് ആദിവാസി കോളനിയാണ് മുകളിൽ. ഇതിന് മുകളിൽ എവിടെ? ഞാൻ പോയിട്ടുണ്ടായിരുന്നു മുന്നൊരിക്കൽ, അങ്ങടാ വന്നത്. ആദിവാസി കോളനി പറഞ്ഞ അവരിന്റെ ആദിവാസി കാട്. അവിടെ കേറാൻ പറ്റുമോ ഇനി? അത് ആ മുകളിൽ കൂടെ ഒരു റോഡ്, അവിടെ ഒരാൾ നിൽക്കണ്ടായിരുന്നു. നമ്മൾ ആ റോഡിൽ കൂടെ അങ്ങനെ കയറിപ്പോണം അതിന്റെ മുകളിൽ. അല്ല, നമുക്ക് അവരുടെ കോളനി കയറാൻ പറ്റുമോ? കോളനി പോവൊക്കെ ചെയ്യാം. എന്നോ ഇവിടെ ചന്ദനുണ്ടോ? ഇവിടെ ചന്ദനമില്ല. ഇവിടെ ആന വരും, അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വരും. പുലിയാ? ഉണ്ടാ? ആനയും പുലിയൊക്കെ ഉണ്ടാവും. ഞങ്ങള് പുലീനെ കാണിച്ചു തരാം. ഇല്ലേ അമലു? ഇല്ല, വിക്കി സാറ് വിനയചന്ദ്രൻ മാഷ് വന്നിട്ടില്ല. വിനയചന്ദ്രൻ മാഷ് കൊണ്ട് ഒരു കഥാപാത്രം ഉണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാനുള്ള. അദ്ദേഹം ഇന്ന് വന്നിട്ടില്ല. വെള്ളം എത്രയും ഉണ്ടായിരുന്നു ഗൈസ്? ഇവിടെയൊക്കെ വെള്ളമായിരുന്നു, ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ഭയങ്കര
സീനാണ്. എപ്പോ വേണേലും വെള്ളം കയറാല്ലേ? ഇവിടെ അപ്പൊ വേണമെങ്കിൽ അറിയോ വെള്ളം? ഫോണിന്ന് അറിയും. നമ്മളിവിടെ നിൽക്കുമ്പോ പെട്ടെന്ന് മഴയൊക്കെ വന്ന് അറിയും, നമ്മളറിയില്ല. അത് ഇത്തിരി നോക്കാനുണ്ടല്ലോ. ഏരിയ ഇപ്പൊ പോകുന്നു. ചാക്കോണൻ എങ്ങനെ പോയി? ഇങ്ങനെ നല്ല തണുപ്പില്ല വെള്ളം. സീനാണ് ഇവിടെ. ഓ സീന് കേട്ടാ. നല്ല ഒഴുക്കുണ്ടോ? ഇപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റും. എങ്ങനെ പോണ്? ആ നല്ല ഒഴുക്കാണ്. അല്ല, ആൾക്കാരൊക്കെ പോയിട്ടുണ്ടാവും. യാക്കോബണ്ണൻ ഇത് കടന്നു പോയിട്ടുണ്ട്. ഞാനിത് കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴല്ല, വെള്ളം ഇല്ലാത്തപ്പോ. എങ്ങനെയുണ്ട് വെള്ളം? വെള്ളം നല്ല തണുപ്പുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ അടിപൊളി സ്പോട്ടാണ്. ഇതെപ്പോ വേണേലും കൂടില്ല. മുകളിൽ മലയിലും മഴ പെയ്ത അറിയില്ല. മഴയുണ്ടായില്ല, മുകളിൽ മഴയുണ്ടെങ്കിൽ അറിയില്ല. വീട്ടിൽ ഒരു മരം കേളപ്പെട്ട ഒരു മരമല്ലേ വരുന്നത്. ഗായ്സ്, അപ്പോ ഇതേ പോവാൻ പറ്റില്ല. അവിടെ ഫുള്ള് നല്ല ഒഴുക്കുള്ള വെള്ളം ആണ്. സോ ദാറ്റ് വഴി ഈസ് നോട്ട് ഗുഡ്. ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ വീഴും. ചാക്കോണൻ എങ്ങോട്ടോ കൊണ്ടുപോകുന്നു. ഷെഡ് ഓരോ തോട്ടക്കാരുടെ അവരിന്റെ ആണല്ലേ, അവർക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ. എന്താണ് ഷെഡ് ഇവിടെ? എന്ത് ഷെഡാണ് അത്? ഈ തോട്ടക്കാരൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. ഓ ഇവിടെ മീൻ പിടിക്കാറുണ്ടോ? ഇല്ലേ? ഇറങ്ങാൻ പോണ്. അതെ, കുറച്ച് ഇറങ്ങി നോക്കിക്കോ, കുറച്ച് ദൂരം പോയിട്ട് വാ. എന്താ അവസ്ഥ എന്നറിയാലോ. എന്തിനാണ് ഇറങ്ങി നോക്കി എങ്ങനെയുണ്ടെന്ന്. അതെ, മറ്റേ കനാൽ ബോയ്സ് ചെയ്യുന്ന പോലെ. കനാൽ ബോയ്സ് ചെയ്യില്ലേ ഗായ്സ്? നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിലുള്ളത്. കനാലിൽ അങ്ങനെ വെള്ളം വന്നു ഗായ്സ്. ഇവിടെ ഏത് നിമിഷം വേണമെങ്കിലും വെള്ളം കയറും. ഫുള്ളും ആ റബ്ബറും മരമൊക്കെ ഇല്ലേ, അവിടെയൊക്കെ വെള്ളം നിറയും. അതിന് മുകളിൽ കൂടെ നല്ല വെള്ളം മുകളിൽ കൂടെ കയറി. എന്താണ് വെള്ളം ഇവിടെ ഇതുവരെയൊക്കെ നിറയുന്നു. അതൊക്കെ കണ്ടില്ലേ? ആ റബ്ബർ മരം അവിടെയൊക്കെ വെള്ളം ഇരിക്കും. ആ കുരങ്ങ് ഗൈസ്, വലിയൊരു കുരങ്ങൻ. നിങ്ങളല്ല, അതോ അവിടെ അവിടെ കണ്ടില്ല? അവര് കണ്ടില്ലേ? മേലെ പോയി. അതാ ഗൈസ്, റൈറ്റ് സൈഡ് 2 എണ്ണം. ആ റബ്ബർ എടുക്കുന്നുണ്ടോ? സൂം ചെയ്. ആ അഭിതോ വ്ളോഗർ. ഗൈസ്, കുരങ്ങനെ കണ്ടോ? കുരങ്ങുണ്ടാവില്ലേ? നമ്മുടെ എന്തെങ്കിലും എടുത്തിട്ട് ഓടൂ. അല്ല, ചിലപ്പോ വല്ലതും കിട്ടോ? പറയാൻ പറ്റില്ല, ചിലപ്പോ സ്വർണ്ണമൊക്കെ വെച്ചിട്ടുണ്ടാവും പണ്ടത്തെ ആൾക്കാര്. ഗൈസ്, നടന്ന് നിങ്ങൾ എവിടേക്ക് എത്തി? നിങ്ങൾ ഇറങ്ങാൻ പോണു. വ്ളോഗർ വരുന്നില്ലേ? യെസ്, ഇറങ്ങാൻ പാടുള്ളൂ. ഇതിന് മുമ്പ് ആരെങ്കിലും പെട്ട് മരിച്ചിട്ടുണ്ടോ? ഇവിടെ മരണമൊന്നുമില്ല, അങ്ങനെ ആരും ഇറങ്ങാറില്ല. എല്ലാവർക്കും അറിയാലോ ഇതെങ്ങനെയായിരുന്നു. ഇത്ര വലിയ പാറയാണ്. വെള്ളം ഭയങ്കര ഫോഴ്സ്. ഗൈസ്,
ഇത് AI പോലെ ആവോ? ദിസ് ഇസ് നോട്ട് എ അത് അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോകണ്ട. ഇല്ല ഇല്ല. അങ്ങോട്ട് പോയാ പണിയാവും. വെള്ളം കൂടുണ്ടോന്നൊരു സംശയം. ഫാനൊക്കെ നനഞ്ഞ്. വെള്ളം കൂടില്ല, മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. കാണാൻ അടിപൊളിയായിരിക്കും. അതാ മരത്തിൽ കണ്ടു 3x ഇട്ടാ കാണും. കണ്ടോ? ഗൈസ്, ഞങ്ങള് കൽച്ചാടി എത്തിയിരിക്കുകയാണ്. യാക്കോണനെ ഞങ്ങളെ കൊണ്ടുവന്നത്. ലീവ് ആയതുകൊണ്ട് മൈക്ക് പിടിക്കടുത്ത്. ലീവ് ആയതുകൊണ്ട് കിട്ടിയതാണ് നമ്മളെ. അതെ, ഞങ്ങളെ തപ്പി പിടിച്ചു വന്നാണ് യാക്കോബണിന്റെ അടുത്ത്. നമ്മള് നേരത്തെ കണ്ട ഒരു കള്ള് ഷാപ്പ് എപ്പോ വീഡിയോ എടുക്കാം? കള്ള് ഷാപ്പിന്റെ വീഡിയോ അടുത്ത ആഴ്ച എടുക്കാം. അടുത്ത ആഴ്ച ഞങ്ങൾ ആ ഷാപ്പിന്റെ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട്. എന്തായാലും എടുത്തിരിക്കും അടുത്ത ആഴ്ച. അപ്പൊ എല്ലാവരും നോക്കിയിരുന്നോ, ഞങ്ങള് വരും. അതെ. അപ്പേ യാക്കോണ ഇത് അല്ലാണ്ട് വേറെ ഏതെങ്കിലും പോവാൻ പറ്റുമോ? പിന്നെ അപ്പുറത്തൂടെ പോവാ, പക്ഷെ നമുക്ക് പുഴ ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്രോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വെള്ളം ഉള്ളത് കൊണ്ട് പുഴ ക്രോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു വന്ന വഴി തന്നെ നമ്മളിപ്പോ തിരിച്ചു പോകും. അതാണ് അതിന്റെ മെയിൻ വഴിയും. ഇതില് വന്നു കഴിഞ്ഞാൽ ബൈക്ക് അവിടെ നിർത്തി പിന്നെ നടന്നു വരണം. ഇതാവുമ്പോ ബൈക്ക് അവിടം വരെ വരും. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് നടക്കാം. അപ്പൊ എല്ലാവരും ഇതില് അപ്പുറത്തോടെ വരുന്ന വഴി നല്ല വഴിയാണ്. ആ വഴിയാണെങ്കിൽ നല്ല വഴിയാണ്. നമ്മൾ വന്നത് ഇത്തിരി സേഫ് ആണ്. നമ്മൾ വന്നത് കൊണ്ട് ഓഫ് റോഡ് പോലെയാണ്. നന്നായിട്ടുണ്ടായിരുന്നു വീടിന്റെ വഴിയൊക്കെ. അപ്പൊ എല്ലാവരും ആസ്വദിക്കുന്നവർക്കാണെങ്കിൽ ഇതില് തന്നെ വരാം. ഗൈസ്, അപ്പൊ ഞങ്ങള് നടന്ന് ഇവിടെ എത്തി. ഇവിടെ അടിപൊളി വെള്ളച്ചാട്ടമാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന നേരത്ത് ഒരു ടീം പോയി. പക്ഷേ ഈ വെള്ളം ഭയങ്കര റിസ്ക്കാണ്. സൂക്ഷിച്ചും കണ്ട് ഇറങ്ങണം, അല്ലാണ്ട് തോന്നിയ പോലെ ഇറങ്ങിയാൽ നല്ല ഒഴുക്കാണ്. പിന്നെ അവിടെ ഒരു വലിയൊരു കുഴിയുണ്ട്. യാക്കോണം പറഞ്ഞാണ്, ആൾ ഇവിടുത്തെ ആളാണ്, അപ്പോൾ ആൾക്കറിയാം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. കൂടുതൽ ഇറങ്ങാണ്ടിരിക്കുക. കാരണം നമ്മൾ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ അടിപൊളിയൊക്കെ തന്നെയാണ്, പക്ഷെ സേഫ്റ്റി നോക്കണം. സേഫ് ആണെങ്കിൽ മാത്രം ഇറങ്ങുക. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. പക്ഷെ ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഇത് ക്രോസ് ചെയ്യാണ്ട് പോകാനും പറ്റില്ല. ഇവിടെയാണെങ്കിലും നല്ല ഒഴുക്കുണ്ട്. ക്രോസ് ചെയ്ത് പോയാൽ അങ്ങനെ പോയിട്ട് അവിടെ പോയി നിൽക്കുക. പക്ഷെ ഇത് സേഫ് അല്ല, നല്ല ഒഴുക്കുണ്ട്. ഞങ്ങളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതെ, വീണ്ടും വരുന്നതായിരിക്കും അടുത്ത ആഴ്ച. അതെ, അടുത്ത ആഴ്ച നമ്മൾ കള്ളുഷാപ്പിന്റെ വ്ളോഗ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ്. അതെ, അപ്പൊ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോയില് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമായിട്ടുള്ളതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ? ഉണ്ട് നിറയണ്ടല്ലോ. അതെ, അപ്പൊ ഇതുപോലത്തെ രസകരമായ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് എത്തണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും അടിച്ചു പൊട്ടിക്കണേ. ബൈ. ബെൽ ബട്ടണും ഒന്ന് അമർത്താം. അതെ, ഒന്ന് അമർത്തണേ. ശരി, ബൈ ബൈ ബൈ.